2 വർഷത്തിന് മുമ്പാണ് തരുണി പ്ലെയിൻ ക്രാഷ് എന്ന് പറയുന്ന വിമാനാപകടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായത്. അതേ വീഡിയോ തന്നെ ഈ 2-3 ദിവസത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്, അതെന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളത് ആ വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അഹമ്മദാബാദിലെ വിമാനാപകടം, അതിൽ വളരെയധികം പേർ മരിക്കുകയും ഒരു വ്യക്തി രക്ഷപ്പെട്ടതായും നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ആ വാർത്ത കേൾക്കുവാനായിട്ടിടയായത്. അവിടെ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ അത് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ളതാണ്. വിശദമായിട്ട് അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നതുമാണ്. 11 വർഷത്തിന് മാത്രമേ പഴക്കം വിമാനത്തിനുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ വിദഗ്ധനായിട്ടുള്ള പൈലറ്റുമായിരുന്നു ഉണ്ടായിരുന്നുള്ളതും. എന്തുകൊണ്ടാണ് ഈ വിമാനാപകടം സംഭവിച്ചതെന്നുള്ളത്, അതിൻ്റെ ബ്ലാക്ക് ബോക്സ്, എത്രത്തോളം വിമാനം കത്തിക്കരിഞ്ഞാലും മറ്റ് ഇന്ധനങ്ങളെക്കാട്ടിലും വലിയ രീതിയിലുള്ള ഇന്ധനത്തിൻ്റെ ലെവലായതുകൊണ്ട് ഈ വിമാനം അപകടത്തിൽ പെടുന്ന സമയത്ത് അത് സമുദ്രതീരങ്ങളിൽ ആകുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കത്തലിൻ്റെ ശേഷി കുറയുമെങ്കിലും ഇത് ഫ്ലാറ്റിലേക്ക് ഇടിച്ചിറങ്ങിയതായതുകൊണ്ട് അതിൻ്റെ തീവ്രത വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടുന്ന സമയത്ത് എത്ര തന്നെ അപകടം ഉണ്ടായാലും ഈ ബ്ലാക്ക് ബോക്സിൽ ഇതിൻ്റെ ലാസ്റ്റ് പീരീഡിലുള്ള സംസാരങ്ങൾ രേഖപ്പെടുത്തും. വിമാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പൈലറ്റ് മേ ദ കോൾ എന്ന് പറയുന്ന ലെവൽ ചെയ്തു എന്നും അവിടെ കാണുന്നു. പക്ഷേ അത് പൂർത്തിയാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം വിമാനം പറന്നുയർന്ന ഇത്ര സെക്കൻഡിനുള്ളിൽ തന്നെ അത് തകരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിശദീകരിക്കാനായിട്ടുള്ള അവസ്ഥയും ഉണ്ടായിരുന്നില്ല. വളരെ വിരളമായിട്ട് നടക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥയാണിത്. പ്രധാനമായിട്ടും ടേക്ക് ഓഫിൻ്റെ സമയം, ലാൻഡിങ്ങിൻ്റെ സമയത്ത് വിമാനത്തിൻ്റെ അപകടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഉയർന്ന പ്രതലത്തിൽ എത്തി, അല്ലെങ്കിൽ വിമാനം വളരെയധികം ഹൈറ്റിൽ എത്തിയതിന് ശേഷം ഒരു വിഷയം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലാൻഡിങ്ങിൻ്റെ സമയത്താണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ അതിൽ ഇന്ധനം ഉണ്ട് എങ്കിൽ തന്നെ അത് കത്തിത്തീരുവാനായിട്ട് പൈലറ്റ് നടത്തുന്ന ഒരു ശ്രമം നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെയധികം സമയം ആകാശത്തിലൂടെ വിമാനം വട്ടമിട്ട് പറത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാകുമെങ്കിലും അതിൻ്റെ തീവ്രത കുറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും പ്രകൃതിയുടെ പ്രതികൂലമായിട്ടുള്ള ലെവല്, ശക്തമായ കാറ്റ്, ചുഴലി, അതുപോലെ തന്നെ മോശമായ കാലാവസ്ഥ, മഴ, അത് ടേക്ക് ഓഫിൻ്റെ സമയമാകാം, വിമാനം സമാന്തരമായ ലെവലിൽ പോകുന്ന സമയമാകാം, ഇറക്കുന്ന സമയമായാൽ പോലും അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഇവിടെ സംഭവിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെയുള്ളത് വിമാനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തൊക്കെയാണ് വിമാനത്തിൻ്റേതായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, അതിൻ്റേതായിട്ട് നമുക്ക് വിമാനത്തിൻ്റേതായിട്ടുള്ള ഒരു ലെവൽ നമുക്ക് പരിശോധിക്കാം. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് റൺവേയിൽ കൂടി സ്പീഡ് കൂട്ടി അതിൻ്റെ ഒരു പരമോന്നത ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ലാൻഡ് ഗിയറുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ടയറുകൾ, അതിൻ്റെ സഞ്ചാരത്തിലൂടെ റൺവേയിലൂടെ സഞ്ചരിക്കുന്ന എൻജിൻ്റെ പ്രവർത്തനം മൂലം അതിൻ്റെ ഉയർത്തൽ, ഈ ഉയർത്തലിനെക്കാട്ടിലും കൂടുതലൊരു ഹൈ ലെവൽ വിമാനം ടേക്ക് ഓഫ് സമയത്ത് അതിൻ്റെ ചിറകുകളിലുള്ള ലെയറുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയുണ്ട്. നമ്മുടെ അതിൻ്റെ ചിറകുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം വെറും പ്ലെയിൻ ഫ്ലാറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും അതിൽ വിമാനത്തിൻ്റേതായിട്ടുള്ള സഞ്ചാര ലെവലിനെ ക്രമീകരിക്കുന്നതായിട്ടുള്ള ഏറ്റവും മികച്ച ലെയർ നമുക്ക് അത് വിദഗ്ധമായിട്ട് അത് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ, അതിൻ്റെ ഓരോ ആംഗിളുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
മുമ്പേ പറഞ്ഞതുപോലെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഈ ചിറകുകളുടെ ആംഗിളിൽ ഫ്ലാപ്പിൻ്റെ ലെവൽ 15 ഡിഗ്രി ലെവലിൽ ചരിഞ്ഞുള്ള ലെവൽ പൈലറ്റ് ക്രമീകരിക്കാറുണ്ട്. അത് ഉയർന്നതിന് ശേഷം, അതായത് 3000 അടിയിലധികം ഉയർന്നതിന് ശേഷം പിന്നീട് സമാന്തര ലെവലിൽ വിമാനത്തിൻ്റെ ലൈറ്റ് വെയ്റ്റ് ലെവൽ അളവ് തുല്യമായിരിക്കും. ആ സമയത്താണ് പൈലറ്റിന് അല്പം വിശ്രമത്തിൻ്റെ ലെവൽ വരുന്നത്. ഈ സ്റ്റാർട്ടിംഗ് ടൈം ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഉയർത്തുന്ന സമയവും ലാൻഡിങ്ങിൻ്റെ സമയത്തും പൈലറ്റിൻ്റെ ജോലി നല്ല ലെവലായിരിക്കും. പിന്നെ ഓട്ടോ മോഡ് ലെവലിൽ അവർക്ക് പോകാനായിട്ട് സാധിക്കുന്നത് ഈ 3000 അടി ലെവലിൻ്റെ സമയത്ത് വരുന്ന സമയത്താണ്. പൈലറ്റും കോ പൈലറ്റുമാരും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്പം വിശ്രമ ലെവലിലേക്ക് കൊണ്ടുവരാവുന്നതും ഈ സമാന്തര ലെവലിലായിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വിമാനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കോൾ ചെയ്ത് ഇതിൻ്റെ ലെവല് കറക്റ്റാക്കുവാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കത് അറിയിക്കുവാനും, ഇനിയത് എമർജൻസി ലാൻഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനുമായിട്ടുള്ള സാവകാശം അവർക്ക് കിട്ടുന്നു. പക്ഷേ ഇതിനൊന്നും അവിടെ ഈ പറയുന്ന അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ ഈ പറയുന്ന അവസ്ഥകളൊന്നും കിട്ടുന്നില്ല. വിമാനം റൺവേയിൽ കൂടി മുന്നോട്ട് നീങ്ങുന്നു, റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ചെയ്ത വിമാനം വെറും 625 അളവിൻ്റെ ലെവലിലേക്ക് മാത്രമേ ഹൈറ്റിലേക്ക് വരുന്നുള്ളൂ. പിന്നെയും അവിടെ നിന്ന് ഉയരേണ്ടുന്ന വിമാനം അവിടെ നിന്ന് പതിയെ താഴുകയാണ് ചെയ്യുന്നത്. ആ താഴ്ചയിൽ ഈ പൈലറ്റിന് വിമാനത്തെ നിയന്ത്രിക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് മെഡിക്കൽ ക്യാമ്പിൻ്റെ ഫ്ലാറ്റിലേക്ക് ഇടിച്ച് ഇറങ്ങുകയും നിമിഷ നേരം കൊണ്ട്, പറഞ്ഞല്ലോ UK പോകാനായിട്ടുള്ള വിമാനമാകുന്ന സമയത്ത് അതിൻ്റെ ഇന്ധനം എത്രത്തോളം ആകുന്നു, സാധാരണ ഇന്ധനത്തെക്കാട്ടിലും 10 മടങ്ങ് വീര്യമുള്ളതായതുകൊണ്ട് തന്നെ വളരെയധികം ശക്തമായിട്ടുള്ള തീപിടുത്തം ഉണ്ടാകുന്നത് മൂലം അതിലുള്ള ആൾക്കാർ കരിഞ്ഞു പോവുകയല്ലാതെ വേറെ ഒരു ലെവലും ഉണ്ടാകുന്നില്ല. അതിലൊരു വ്യക്തി അതിൻ്റെ മുൻഭാഗത്ത്, നേരത്തെ നമ്മൾക്ക് ഒരു വിമാനാപകടം നടന്നതുപോലെ തന്നെ അതിൻ്റെ മുൻഭാഗത്തിൻ്റെ ഭാഗം മുറിഞ്ഞു പോകുന്നത് മൂലം എമർജൻസി വിൻഡോയുടെ ഭാഗത്തിലൂടെ അയാൾ അങ്ങനെ പുറത്തേക്ക് വന്നതായിരിക്കാം. അല്ലാതെ അങ്ങനെ പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസും അവിടെ കാണുന്നില്ല. ഈ ചിറകുകളുള്ള സ്ലാബ്സും ഫ്ലാപ്സും അതിൻ്റെ ക്രമീകരണ ലെവലിൽ പൈലറ്റിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് പ്രവർത്തനമേ ആയിരുന്നില്ല. അത് പ്രവർത്തനമാകാതിരുന്ന സമയത്ത് തന്നെ ലാൻഡ് ഗിയറുകൾ ഉള്ളിലേക്ക് വലിഞ്ഞതായിട്ടും കാണുന്നില്ല. ഉള്ളിലേക്ക് വലിയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും രീതിയിൽ എമർജൻസി എവിടെയെങ്കിലും ഇറക്കാമെന്നുള്ള പൈലറ്റിൻ്റെ ഒരു പ്രതീക്ഷയിൽ അത് താഴേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ ടയറുകൾ അകത്തേക്ക് വലിയായിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വിമാനത്തിൻ്റെ ചിറകുകളിലുള്ള ഈ പറയുന്ന ലെയറുകൾ അത് അടഞ്ഞു തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ വിമാനത്തിൻ്റെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം അവർ താഴെ അറിയിക്കുവാനായിട്ട് ശ്രമിച്ച സമയത്ത് ഉടൻ തന്നെ, ആ ശ്രമിക്കുന്ന സമയത്ത് തന്നെ അപകടം നടന്നതായിട്ടുമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വിമാനത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു ലെവലിനെ കുറിച്ച് ഒരു ചിത്രം നോക്കാം. അതിൻ്റെ മുന്നോട്ടുള്ള ലെവറിൻ്റെ ഒന്നാമത്തെ ലെവറിന് പറയുന്നതാണ് ട്രസ്റ്റ്. മുന്നോട്ട് ആ കാറ്റിന് എതിരായിട്ട് വിമാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, അത് ഉയരുന്ന സമയമായാലും അതിൻ്റെ ആകാശ ഹൈറ്റ് ലെവലിലായാലും താഴുന്ന സമയത്തായാലും ആ ട്രസ്റ്റിന് ഒരു പ്രധാനപ്പെട്ട ഒരവസ്ഥയുണ്ട്. ആ ട്രസ്റ്റിനെ പിന്നീട് പിന്നിലേക്ക് വരുത്തുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് ട്രാഗ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രതിഭാസം ട്രാഗ്, പിന്നിലേക്കുള്ള ഒരു വലിച്ചിൽ. അപ്പോൾ നമുക്കറിയാം വിമാനത്തിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത്. ഇത്രത്തോളം ആൾക്കാരുടെ വെയിറ്റ്, അതോടൊപ്പം വിമാനത്തിൻ്റേതായിട്ടുള്ള വെയിറ്റ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ലെവലിൽ നിന്നും ഇത്രയും മാസ് പിണ്ഡമുള്ള വിമാന ഗ്രാവിറ്റേഷൻ ലെവൽ ഉയരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ലിഫ്റ്റ് ആവശ്യമാണ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ വെയിറ്റ്, നാലാമത്തെ ലിഫ്റ്റ്
എപ്രകാരമാണ് ഇതിൻ്റെ ഉയർച്ച വരുന്നത്. ഈ ഉയർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ കൂട്ട് തന്നെ ആ സഞ്ചാര ലെവലിലെ റൺവേയിലൂടെയുള്ള സഞ്ചാര ലെവലോ അതുമല്ല ഈ എൻജിൻ്റെ അവിടുത്തെ പ്രവർത്തനമല്ലാതെ ഈ ചിറകുകളിലുള്ള പ്രവർത്തനത്തിൻ്റെ ആ ലെയറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥകൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഫ്ലാപ്സും തമ്മിലുള്ള ആ ലെയറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ക്രമമായ രീതിയിൽ ആംഗിളിൽ അതിനെ ഓരോ ഡിഗ്രി 15 ഡിഗ്രി ഞാൻ മുമ്പേ പറഞ്ഞു, 5 ഡിഗ്രി ഈ പറയുന്ന ലെവലിനെ അതായത് ആ സമയത്തെ കാലാവസ്ഥയുടെ അനുഭവമാണ്. സാധാരണ നല്ല കാലാവസ്ഥയുടെ ലെവലായിരിക്കുകയില്ല ഇടിയും മഴയും ഉള്ളപ്പോഴുള്ള അല്ലെങ്കിൽ കാറ്റുള്ളപ്പോഴുള്ള കാലാവസ്ഥ. അതൊക്കെ പൈലറ്റുമാരുടെ മിടുക്ക് പോലെ ഇരിക്കും അതിൻ്റെ ആ നിയന്ത്രണത്തിൻ്റെ ലെവല്. അതിൻ്റെ യാത്രാനുഭവത്തെ സുഖകരമാക്കുവാനായിട്ട് ഒരു പൈലറ്റിൻ്റെ ലെവല് എടുത്തു പറയേണ്ടതുണ്ട്. അവരുടേതായിട്ടുള്ള പ്രവർത്തനം ക്ലിയർ ആകുന്ന സമയത്താണ് ആ യാത്രാ ലെവലിനെ ഏറ്റവും മികച്ച ലെവലിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നത്. ഈ പറയുന്ന ലെയറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ചിറകിലുള്ള റൂഡർ ഹോറിസോണ്ടൽ ക്ലിയർ ചെയ്യുമ്പോൾ എലിവേറ്റർ വെർട്ടിക്കലായിട്ടുള്ളത് മുകളിലേക്കും താഴേക്കും ഉള്ളതിനെ കൺട്രോൾ ചെയ്യുകയും വേണം. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകിൽ നമ്മൾ കാണുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു തൊട്ട് തന്നെ ഒരേ ലെവലായിരിക്കും നമ്മൾ കാണുന്നത്, എന്നാൽ ഒരേ ലെവലല്ല. അതിൻ്റെ മുകൾ ഭാഗം ബെഡ്ജ് ചെയ്ത് ഇച്ചിരി ഉയർന്ന് താഴ്ന്നിട്ട് വരുന്നതും താഴ്ഭാഗമാണ് ഒരു ലെവലിലേക്കും വരുന്നത്. അതായത് പറന്ന് ഉയരുന്ന സമയത്തും ഈ കാറ്റിൻ്റെ ലെവലിലും വെച്ച് ശക്തമായ പ്രഷർ നേരിടേണ്ടി വരുമ്പോൾ, അതായത് കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ പ്രഷർ വരുന്നു, കൂടിയ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ കുറഞ്ഞ പ്രഷറുമാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആംഗിൾ ഓഫ് അറ്റാക്ക് ക്ലിയർ ആയിരിക്കണം എന്ന് സാരം. ഈ ചിറകിലുള്ള ഈ ലെയറുകൾ ഈ സഞ്ചാരത്തിന് ഏറ്റവും മികച്ച ലെവലിൽ ആക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നവ ഇതിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ കാണുമ്പോൾ ഈ ചിറകിൽ ഒന്നുമേ ഇല്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ എൻജിൻ മാത്രമായിരിക്കും കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ലെയറുകളുടെ ലെവല് ഈ പറഞ്ഞ വിമാനത്തിൻ്റേത് അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷറിൽ ചിറകിലുള്ള ഫ്ലാപ്പുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. വാലിലുള്ള എലിവേറ്റർ പ്രവർത്തനരഹിതമായിരുന്നു. പിന്നെ ടയറിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ലാൻഡ് ഗിയറുകൾ അതകത്തേക്ക് പോയില്ല. അകത്തേക്ക് പോകുന്നത് ഈ 625 മുകളിലേക്ക് പോയതിന് ശേഷം 625 ആ സമയത്ത് പോയില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും 625 കൂടുതൽ പോയാലും അത് വലിയ വിഷയമില്ല. പക്ഷേ ഇവിടെ പൈലറ്റിന് സംഭവിച്ചതെന്ന് വെച്ചാൽ വിമാനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ യന്ത്രങ്ങൾ സ്റ്റക്കായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് അകത്തേക്ക് വലിക്കാതിരുന്നതാണ് എന്ന് തന്നെ കാണാം. എന്തെങ്കിലും രീതിയിൽ ലാൻഡിങ് ഏതെങ്കിലും പ്രതീക്ഷ ഈ അവസാന സമയത്ത് സംഭവിക്കുമല്ലോ. അവസാന സമയം വരെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ പൈലറ്റിനുണ്ടാകുന്നത് കൊണ്ട് തന്നെ അവരതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ആ ക്രമീകരണങ്ങൾ ഒന്നും ചെയ്യാൻ തക്കവണ്ണം ഈ കുറഞ്ഞ ടൈമിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ ഉണ്ടായിരിക്കുന്ന സംഭവം. ഈ ബ്ലാക്ക് ബോക്സ് കിട്ടുന്ന സമയത്ത് അതിനുള്ളിൽ അവരെന്താണ് സംസാരിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും.